ബ്ലാക്ക് ആൻഡ് ഇൻഡിഗോ ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വൈറ്റ് ഷെയ്ഡിലുള്ള ഹാൻഡ് കാന്ത വർക്കും അതിൻ്റെ കൂട്ടത്തിൽ ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെ വരുന്നു. ദുപ്പട്ട വരുന്നത് വൈറ്റ് ഷെയ്ഡിലുള്ള ആപ്ലിക് വർക്ക്ഡ് ദുപ്പട്ടയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1895. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിനകത്ത് ഹാൻഡ് കാന്ത വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള, എപ്പോഴും നമുക്ക് ഈ ഒരു ചൂട് ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. പിന്നെ ബ്ലാക്കിന് എപ്പോഴും അതിൻ്റെതായ ഒരു എലഗൻസ് ഉണ്ട്. ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ ഹാൻഡ് കാന്ത ബുട്ടീസ് ആണ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ വൈറ്റ് വരുമ്പോൾ ഭയങ്കര ഒരു റിച്ച്നെസ് ആണ് അതിന്. ബോഡി ഫുൾ അങ്ങനെ പോയിട്ട് ദാമൻ പോർഷനിൽ ഇങ്ങനെ ഒരു സിക്സ് ആഗ് പാറ്റേണിലൊക്കെയുള്ള ആ ഒരു ഹാൻഡ് കാന്ത വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ദാമനല്ല യോക്കായിട്ട് കൊടുത്ത് നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. യോക്കാണ് കുറച്ചും കൂടെ നമുക്ക് നല്ലത്. പിന്നെ ദുപ്പട്ടയിട്ട് കവർ ചെയ്ത് പോകുമെന്നുള്ളവർക്ക് അത് നമുക്ക് ദാമനി കൊടുക്കാവുന്നതാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. സ്ലീവ്സിന് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. നമുക്കിത് ദുപ്പട്ടയില്ലാതെ കുർത്തിയായിട്ട് യൂസ് ചെയ്യാനും നല്ലൊരു സെറ്റാണ്. ബ്ലാക്ക് ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടൺ ബോട്ടം. ദുപ്പട്ട വരുന്നത് ഓർഗൻഡി മെറ്റീരിയലിൽ ആപ്ലിക് വർക്ക് വരുന്ന വൈറ്റ് ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ്. വീതി കുറഞ്ഞ ദുപ്പട്ടയാണ്. 2.5 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. റേറ്റ് വരുന്നത് 1895. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡിഗോയിൽ വൈറ്റ് വർക്ക് വരുന്ന സെറ്റാണ്. പാറ്റേൺ സെയിം തന്നെ. യോക്കിൽ ബോഡിയിൽ ഫുള്ള് സ്ലീവ്സിന് ബോർഡർ ആയിട്ടും ആ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇൻഡിഗോ ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടൺ ബോട്ടം, വൈറ്റ് ഷെയ്ഡിലുള്ള ഓർഗൻഡി ദുപ്പട്ടയിൽ ആപ്ലിക് വർക്ക് വരുന്നു. റേറ്റ് വരുന്നത് 1895.